വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 11th ബിസിനസ് സ്റ്റഡീസിലെ 5ാമത്തെ ചാപ്റ്ററായ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിലെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു. അതിൽ ദി 3 സ്ട്രോങ്ങസ്റ്റ് മോഡ്സ് ഓഫ് ബിസിനസ് ആർ ഡിജിറ്റലൈസേഷൻ, ഔട്ട്സോഴ്സിംഗ്, ഇൻ്റർനാഷണലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതിൽ ഫസ്റ്റ് വരുന്ന പോയിൻ്റാണ് ഡിജിറ്റലൈസേഷൻ. ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ. എന്താണ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്? ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ 2 വ്യക്തികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന ഇടപാടുകളാണ് ഓൺലൈൻ ഇടപാടുകൾ. ഇറ്റ് റെഫേഴ്സ് ടു ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ത്രൂ ഇൻ്റർനെറ്റ്. അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന ഇത്തരം ട്രാൻസാക്ഷൻസിനെ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. 3 stages involved in online transactions. ഓൺലൈൻ ട്രാൻസാക്ഷൻസിന് സാധാരണയായിട്ട് 3 സ്റ്റേജസ് ഉണ്ടെന്ന് പറയാം. ഫസ്റ്റ്, പ്രീ പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ് ഇൻക്ലൂഡിങ് അഡ്വർടൈസിങ് ആൻഡ് ഇൻഫോർമേഷൻ സീക്കിംഗ്. പർച്ചേസും സെയിലും നടത്തുന്നതിന് മുന്നേ നടക്കുന്ന ആശയവിനിമയങ്ങളാണ് പ്രീ പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ്. ആരാണോ വിതരണക്കാരൻ, ആ വിതരണക്കാരൻ തൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൺസ്യൂമർക്ക് അറിയിച്ചു കൊടുക്കണം, അഡ്വർടൈസ് ചെയ്യണം, പരസ്യം ചെയ്യണം. അതുപോലെ തന്നെ കൺസ്യൂമർക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ അത്തരം സംശയങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ക്ലിയർ ചെയ്യണം. അങ്ങനെയുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പറയുന്നത് പ്രീ പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ്. 2, പർച്ചേസ് ഓർ സെയിൽ സ്റ്റേജ് ഇൻക്ലൂഡിംഗ് പ്രൈസ് നെഗോഷിയേഷൻ, ഫൈനലൈസിംഗ് ദി പർച്ചേസ് ആൻഡ് സെയിൽ, മേക്കിംഗ് പേയ്മെൻറ്റ്. വില തീരുമാനിക്കുന്നതും ഇടപാട് ഉറപ്പിക്കുന്നതും വില നൽകുന്നതുമായ ഘട്ടമാണ് 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്യുന്നു. 3ാമത്തെ സ്റ്റേജാണ് ഡെലിവറി സ്റ്റേജ്. അങ്ങനെ പർച്ചേസ് സെയിൽ നടന്നു കഴിഞ്ഞു, അതിൻ്റെ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കൺസ്യൂമർക്ക് ഡെലിവറി ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ ഈ പ്രൊഡക്റ്റാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഈ ബുക്കുകളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ സിനിമയോ അല്ലെങ്കിൽ മ്യൂസിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ പ്രൊഡക്റ്റുകളാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അത് നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് ഫിസിക്കൽ പ്രൊഡക്റ്റുകളാണ് ഇവിടെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യപ്പെടുന്നതെങ്കിൽ അത് കൺസ്യൂമറിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ സ്റ്റേജാണ് ഡെലിവറി സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പ്രോസസ് ഓഫ് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ഫ്രം കസ്റ്റമർ സ്റ്റാൻഡ് പോയിന്റ്, ദി പ്രോസസ് ഓഫ് ഓൺലൈൻ ട്രേഡിംഗ് ഇൻക്ലൂഡ്സ് ദി ഫോളോയിങ്. ഒരു കസ്റ്റമറുടെ വ്യൂ പോയിന്റിൽ എന്തൊക്കെയാണ് ഒരു ഓൺലൈൻ ട്രേഡിങ്ങിൽ വരുന്ന ഡിഫറെൻ്റ് സ്റ്റെപ്സ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വരുന്നത് രജിസ്ട്രേഷൻ. ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നതിന് മുന്നേ ആ സൈറ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് നമ്മളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ രജിസ്ട്രേഷൻ ഫോം ഓൺലൈനായി തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ടിന് പാസ്വേഡ് അടക്കം ജനറേറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് രജിസ്ട്രേഷൻ. സെക്കൻഡ്, പ്ലേസിംഗ് ആൻ ഓർഡർ. നമ്മൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആ സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ സാധാരണ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ബാസ്ക്കറ്റ് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ആ ബാസ്ക്കറ്റിലേക്ക് ഇടുന്നു. എന്നിട്ട് നമുക്ക് അവസാനം അതിൻ്റെ അകത്തുനിന്ന് ഏതാണോ ഫൈനലായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് മാത്രം നമ്മളെടുത്ത് ബാക്കിയുള്ളത് നമ്മൾ തിരികെ വെക്കുന്നു. അതുപോലെ ഓൺലൈൻ ഷോപ്പിങ്ങിലും നമുക്ക് ഷോപ്പിംഗ് കാർട്ടുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് പിക്ക് ചെയ്ത് ഈ ഒരു ഷോപ്പിംഗ് കാർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം.
അപ്പോൾ ഈ ഷോപ്പിംഗ് കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെലക്ഷൻ ഐറ്റംസ് എന്തൊക്കെയാണോ അത് കംപ്ലീറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ ഒരു ഷോപ്പിംഗ് കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഷോപ്പിംഗ് ബാസ്ക്കറ്റ് എന്ന് പറയാം, ആ ഷോപ്പിംഗ് ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഷോപ്പിംഗ് കാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്തത്, അതിനകത്ത് ഫൈനലായിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണം, ഏതൊക്കെ നമുക്ക് ഒഴിവാക്കണമെന്ന് നോക്കി ഫൈനലായിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാം. ഏതൊക്കെ പ്രൊഡക്റ്റുകളാണോ വാങ്ങിക്കേണ്ടത് ആ വാങ്ങിക്കേണ്ട പ്രൊഡക്റ്റുകൾക്ക് മാത്രമായിട്ട് ഫൈനലായിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാം. ആഫ്റ്റർ എ പ്രൊഡക്റ്റ് ഈസ് ചൂസൺ, an order is given for purchasing the product. You can pick and drop the items in the shopping cart. Shopping cart is an online record of what you have picked up while browsing the online store. അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് അതിൻ്റെ പൈസ കൊടുക്കുക, പേയ്മെൻറ്റ് മെക്കാനിസം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 5 രീതിയിലുള്ള പേയ്മെൻറ്റ് മെക്കാനിസമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ക്യാഷ് ഓൺ ഡെലിവറി. സെക്കൻഡ്, ചെക്ക്. തേർഡ്, നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ. ഫോർത്ത്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. 5, ഡിജിറ്റൽ ക്യാഷ്. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. പേയ്മെൻറ്റ് മെക്കാനിസം ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ്, ക്യാഷ് ഓൺ ഡെലിവറി. ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുമ്പോൾ സാധനങ്ങൾ സപ്ലയർ നമുക്ക് അയച്ചു കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടുന്ന സമയത്ത്, നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ സാധനത്തിൻ്റെ പൈസ കൊടുത്താൽ മതി. ആ പ്രൊഡക്റ്റ് ഏത് സമയത്താണോ നമുക്ക് ഡെലിവർ ചെയ്യുന്നത് ആ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഡെലിവർ ചെയ്യുന്ന വ്യക്തിക്ക് തന്നെ, ഡെലിവറി ബോയ്ക്ക് തന്നെ നമ്മൾ ആ പൈസ കൊടുത്താൽ മതി. അതാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെക്കാനിസമാണ് ചെക്ക്. ചെക്ക് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ഓൺലൈൻ വിൽപ്പനക്കാരൻ ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്നും ചെക്ക് സ്വീകരിക്കാനുള്ള സൗകര്യം ചെയ്യുകയും അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പണം കിട്ടിക്കഴിഞ്ഞാൽ സാധനം അയക്കുകയും ചെയ്യും. അങ്ങനെ ചെക്ക് ഫെസിലിറ്റി പ്രകാരം സപ്ലയർ കസ്റ്റമറിൽ നിന്നും അവരുടെ ചെക്ക് കളക്ട് ചെയ്യുകയും ആ ചെക്കിൻ്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ, ബാങ്കിൽ നിന്നും അതിൻ്റെ പൈസ റിയലൈസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സപ്ലയർ ആ സാധനം കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തത് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ. നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള മിക്കവാറും എല്ലാ ബാങ്കുകളും അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ടുകൾ ഡീൽ ചെയ്യാൻ വേണ്ടി ഈ ബാങ്കിങ് സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇൻ്റർനെറ്റിലൂടെ ബാങ്കിൻ്റെ പല സേവനങ്ങളും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ബാങ്കുകൾ അവരെ കസ്റ്റമറെ അനുവദിക്കുന്നുണ്ട്. അങ്ങനെ കസ്റ്റമർക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യം ലഭ്യമാണെങ്കിൽ ആ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ കസ്റ്റമർക്ക് അവർക്ക് എത്ര പൈസയാണോ സപ്ലയർക്ക് കൊടുക്കേണ്ടത് ആ പൈസ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ഇലക്ട്രോണിക് രൂപത്തിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നെറ്റ് ബാങ്കിങ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോപ്പുലർലി റെഫേർഡ് ടു ആസ് പ്ലാസ്റ്റിക് മണി. അതിനെ പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് മണി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതാ ഇപ്പോൾ കാണുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. എന്താണ് ഈ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഡെബിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ ബാലൻസ് ഉള്ളത് ആ എമൗണ്ടിന് മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പിൻവലിക്കാനോ സാധിക്കുകയുള്ളൂ. അങ്ങനെ എത്ര രൂപയാണോ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് ആ എമൗണ്ടിന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അലൗ ചെയ്യുന്ന കാർഡാണ് ഡെബിറ്റ് കാർഡ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡോ? ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണോ ബാലൻസ് ഉള്ളത് അതിനേക്കാൾ കൂടുതൽ എമൗണ്ടിന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ അലൗ ചെയ്യും. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസിനേക്കാൾ കൂടുതൽ തുകക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമ്മളെ അലൗ ചെയ്യുന്ന കാർഡിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർക്ക് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിക്കാം. ആ പൈസ ബാങ്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊള്ളും.
അത് നമ്മൾ ഇപ്പോഴും പേ ചെയ്യേണ്ട, പിന്നീട് പേ ചെയ്താൽ മതി, ബാങ്കിന് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ നമുക്ക് അക്കൗണ്ടിൽ പൈസ ഇല്ല എങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ബാങ്ക് നമ്മളെ അനുവദിക്കുന്ന ഒരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിന് മാക്സിമം സീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ 10,000 റുപ്പീസ് വരെ നിങ്ങൾക്ക് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കാം, അല്ലെങ്കിൽ 1,00,000 റുപ്പീസ് വരെ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കാം എന്ന് ബാങ്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ പരിധി വരെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ പൈസ പിന്നീട് ബാങ്കിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ബാങ്കിൽ അടച്ചു കൊടുത്താൽ മതി. അതാണ് ക്രെഡിറ്റ് കാർഡ്. ഇനി അടുത്തതാണ് ഡിജിറ്റൽ ക്യാഷ്. ഡിജിറ്റൽ ക്യാഷ് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോണിക് കറൻസി ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ സൈബർ സ്പേസ്. സൈബർ സ്ഥലത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രോണിക് രൂപത്തിലുള്ള പണമാണ് ഡിജിറ്റൽ പണം എന്ന് പറയുന്നത്. അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അത് യഥാർത്ഥ പണം ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാം, പക്ഷേ ഇലക്ട്രോണിക് രൂപത്തിലാണ് എന്ന് മാത്രം. അപ്പം നമുക്ക് ഈ ഡിജിറ്റൽ പണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത്രയും പൈസ ആദ്യം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്കിൽ നിന്നും ആ എമൗണ്ടിന് തുല്യമായ ഡിജിറ്റൽ ക്യാഷ് നമ്മൾ വാങ്ങിക്കണം. അങ്ങനെ ഡിജിറ്റൽ ക്യാഷ് ബാങ്കിൽ നിന്നും കിട്ടുമ്പോൾ ബാങ്ക് നമുക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, അത് നമ്മുടെ പൈസയാണ്, ഡിജിറ്റൽ ക്യാഷാണ്, ആ ഡിജിറ്റൽ ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റുകൾ നടത്താൻ വേണ്ടി പറ്റും. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്? ഡിജിറ്റൽ പണം ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡിജിറ്റൽ പണം നമുക്ക് അനായാസം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് നമ്പറുകളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. അത് നമുക്ക് മറ്റുള്ളവർ മോഷ്ടിക്കപ്പെടുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്നതോ ഒക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിജിറ്റൽ ക്യാഷിലേക്ക് നമ്മളെ ഫിസിക്കൽ ക്യാഷ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ ക്യാഷ് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വരുന്നതാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഇ ട്രാൻസാക്ഷൻസ്, ഇ ബിസിനസ് റിസ്ക്. ഇലക്ട്രോണിക് ഇടപാടുകളിലെ സംരക്ഷണവും സുരക്ഷിതത്വവും, ഇ ബിസിനസ് നഷ്ടസാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്, ട്രാൻസാക്ഷൻ റിസ്ക്. ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിസ്കുകൾ എന്തൊക്കെയാണ്? അതാണ് ഫസ്റ്റ് വരുന്ന കാറ്റഗറിയിൽ വരുന്നത്, ട്രാൻസാക്ഷൻ റിസ്ക്. അതിനകത്ത് ഫസ്റ്റ്, ഡിഫോൾട്ട് ഓൺ ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിങ്. ഓർഡർ നൽകിയിട്ടില്ല എന്ന് ഉപഭോക്താവും അല്ലെങ്കിൽ ഓർഡർ കിട്ടിയിട്ടില്ല എന്ന് വിൽപ്പനക്കാരനും അവകാശപ്പെടാം. കൺസ്യൂമർ പറയാണ് ഞാൻ അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടേ ഇല്ല എന്ന്. അതുപോലെ സപ്ലയർ പറയാണ് എനിക്ക് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ പല സാങ്കേതിക പ്രശ്നം കൊണ്ടും ചിലപ്പോൾ അങ്ങനെ റെയറായിട്ട് ചിലപ്പോൾ സംഭവിച്ചെന്ന് വരാം. അതാണ് ഫസ്റ്റ് വരുന്ന റിസ്ക്, ഡീഫാൾട്ട് ഓൺ ഓർഡർ ടേക്കിംഗ് ഓർ ഗിവിങ്. സെക്കൻഡ്, ഡീഫാൾട്ട് ഓൺ ഡെലിവറി. ഡെലിവറി ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഉൽപ്പന്നം തെറ്റായ വിലാസത്തിൽ വിതരണം ചെയ്യുക, ഓർഡർ തെറ്റായ മറ്റൊരു ഉൽപ്പന്നം വിതരണം ചെയ്യുക തുടങ്ങിയവ. സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സമയത്ത് മറ്റൊരു വ്യക്തിക്കാണ് ആ സാധനം കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്തത്, അല്ലെങ്കിൽ ഓർഡർ ചെയ്യാത്ത മറ്റൊരു ഉൽപ്പന്നമാണ് വിതരണം ചെയ്തു പോയത്, അതിൻ്റെ ഉൽപ്പന്നം മാറിപ്പോയി, പ്രൊഡക്റ്റ് മാറിപ്പോയി. അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഓൺലൈൻ ട്രാൻസാക്ഷൻസിൽ വരാം. പിന്നെ വരുന്നത് ഡീഫാൾട്ട് ഓൺ പേയ്മെൻറ്റ്. ഡീഫാൾട്ട് ഓൺ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പറയാണ് ഞാൻ സാധനങ്ങളുടെ പൈസ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാൽ വിൽപ്പനക്കാരൻ പറയാണ് എനിക്ക് ആ പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ വിതരണം ചെയ്ത സാധനങ്ങൾക്കുള്ള പണം വിൽപ്പനക്കാരന് ലഭിക്കുന്നില്ല, അതേസമയം പണം അടച്ചതായി ഉപഭോക്താവ് അവകാശപ്പെടുന്നു. ഇതാണ് മൂന്നാമത്തെ റിസ്ക്. ഇനി രണ്ടാമത്തേത് ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്മിഷൻ റിസ്ക്. ഇവിടെ നമ്മൾ എല്ലാ മെസ്സേജസും അയക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണ്. അങ്ങനെ ഇൻ്റർനെറ്റിലൂടെ അയക്കുന്ന ഈ മെസ്സേജസ് മുഴുവനും സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഇലക്ട്രോണിക് രൂപത്തിലാണ്. അങ്ങനെ മെസ്സേജസ് അയക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മെസ്സേജസ് അയച്ചു കഴിഞ്ഞ് ആ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്തോ അതിൻ്റെ അകത്തുനിന്ന് ഡാറ്റ മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹാക്കർമാർ മറ്റുള്ളവരുടെ സൈറ്റുകളിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കമ്പ്യൂട്ടറിൽ അനധികൃതമായിട്ട് പ്രവേശിച്ച് അവിടെ നിന്നും ഡാറ്റകൾ ചോർത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഡാറ്റ പലതരത്തിലുള്ള മിസ്യൂസിനും കാരണമായേക്കാം.
അതുപോലെ വൈറസ് കാരണം കമ്പ്യൂട്ടറിലെ ഡാറ്റ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് തന്നെ കേടുപാടുകൾ സംഭവിക്കാം. പിന്നെ വരുന്നതാണ് റിസ്ക് ഓഫ് ത്രെറ്റ് ടു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് പ്രൈവസി. ഭൗതിക സ്വത്തവകാശത്തിന്മേലും സ്വകാര്യതയ്ക്ക് മേലും ഉള്ള ഭീഷണി. നമ്മൾ വിവരങ്ങൾ ഇൻ്റർനെറ്റിലൂടെ അയക്കുന്ന സമയത്ത് അത് നമ്മുടെ സ്വകാര്യതയിൽ നിന്നും പിന്നെ പുറത്തായി, പിന്നെ അത് പബ്ലിക്കായിട്ട് അവൈലബിൾ ആയതുപോലെയായി. അത് നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർ ആ ഡാറ്റ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ ഡാറ്റ ഹാക്ക് ചെയ്ത് മോഷ്ടിച്ചു കൊണ്ടുപോകാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇങ്ങനെ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കോപ്പി അടിക്കാൻ വളരെ എളുപ്പമാണ്. അത്തരം കോപ്പി അടികൾ തടയാൻ വളരെ ബുദ്ധിമുട്ടാണ് താനും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു മൂവി നമ്മൾ ഇൻ്റർനെറ്റിലൂടെ അയച്ചു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതിൻ്റെ കോപ്പി എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ഫർദർ സെയിൽസ് അവിടെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി ലാസ്റ്റ് വരുന്നതാണ് റിസോഴ്സസ് റിക്വയർഡ് ഫോർ സക്സസ്ഫുൾ ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ. ബിസിനസ് വിജയകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ട വിഭവങ്ങൾ. സെറ്റിംഗ് അപ്പ് ഓഫ് എനി ബിസിനസ് റിക്വയേഴ്സ് മണി, മെൻ ആൻഡ് മെഷീൻ. ഏതൊരു ബിസിനസ് സംരംഭവും തുടങ്ങുന്നതിന് നമുക്ക് ഭൗതിക, സാമ്പത്തിക, മാനുഷിക വിഭവങ്ങൾ ആവശ്യമാണ്. ഒരുപാട് വിഭവങ്ങൾ നമ്മൾ കളക്ട് ചെയ്യണം. മണി വേണം, മെന്ന് വേണം, മെഷീൻസ് വേണം, മെറ്റീരിയൽസ് വേണം. ഇങ്ങനെയുള്ള ഒരുപാട് റിസോഴ്സസ് നമ്മൾ കളക്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ ആയിട്ട് ഒന്നുകൂടി ആവശ്യമാണ്. ദാറ്റ് ഈസ് യു റിക്വയർ അഡീഷണൽ റിസോഴ്സസ് ഫോർ ഡെവലപ്പിംഗ്, ഓപ്പറേറ്റിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് എൻഹാൻസിങ് എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ്, നല്ലൊരു വെബ്സൈറ്റ് ആവശ്യമാണ്. നന്നായി വികസിപ്പിച്ച, തുടർച്ചയായി നവീകരിച്ചതും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനക്ഷമമായ ഒരു വെബ്സൈറ്റ് ഈ ബിസിനസ് സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.